ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം 19 അധ്യായം 15 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 1 ശമൂവേൽ 19:15. എന്നാറേ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറേ ശൗൽ മീഖളിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എൻ്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയയ്ക്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവനെന്നോട് പറഞ്ഞുവെന്ന് മീഖൾ ശൗലിനോട് പറഞ്ഞു. മരണത്തിൻ്റെ കെണിയിൽ വീഴിക്കാൻ നോക്കുകയായിരുന്നു. ശൗൽ രാജാവ് ദാവീദിനെ കെണിയിൽ വീഴ്ച കൊല്ലുവാൻ നോക്കുകയായിരുന്നു. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ നോക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, കേവലം അസൂയ മാത്രം. അസൂയ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ജനം ഗാനപ്രതിഗാനമായി പാടി ദാവീദിനെ ജനം പുകഴ്ത്തി. അത് ശൗലിന് സഹിച്ചില്ല, രസിച്ചില്ല. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഒരു തവണ കുന്തം ആഞ്ഞ് നെഞ്ചിൽ തറയ്ക്കാനായിട്ട് കുത്തി. പക്ഷേ ആ കുന്തം ഒരല്പം ചെറിയ ഒരു നേരിയ വ്യത്യാസത്തിന് കുന്തം മാറിക്കൊണ്ടു, ദേഹത്ത് കൊണ്ടില്ല. ഭാഗ്യം, ദാവീദ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മരണത്തിൻ്റെ കെണി പിന്തുടരുകയാണ്. ശൗൽ തീരുമാനിച്ചു ദാവീദിനെ കൊന്നേ പറ്റൂ എന്ന്. ദാവീദ് ശൗലിൻ്റെ മകളായി മീഖളിനെ വിവാഹം കഴിച്ചു. അതും ഒരു കെണിയായിരുന്നു, ശൗലിൻ്റെ കെണിയായിരുന്നു. മകൾ വിവാഹം കഴിച്ച് മകളുടെ വീട്ടിൽ ഈ ദാവീദ് താമസിക്കുമ്പോൾ തന്ത്രപൂർവ്വം കൊല്ലാമെന്നുള്ള അമ്മായിയപ്പൻ്റെ ഒരു കൗശലമായിരുന്നു അത്. പക്ഷേ ഭാഗ്യവശാൽ ദാവീദ് അവിടെയെല്ലാം രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നു. പൈശാചികൻ മരണത്തിൻ്റെ കെണി വെച്ചാലും ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് സത്യം. വേദപുസ്തകം പറയുന്നു, സങ്കീർത്തന പുസ്തകം 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരും ദൈവമാണ്. മരണം ദൈവം ഒഴിവാക്കി തരും. ഈ ഭൂമിയിൽ മനുഷ്യനെ നിയമിച്ചിരിക്കുന്ന ഒന്നാണ് മരണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ് മരണം. മനുഷ്യൻ മരിക്കണമെന്നുള്ളത് ദൈവം നിയമിച്ചിരിക്കുന്നൊരു കാര്യമാണ്. മരണശേഷവും ന്യായവിധി ഉണ്ട് എന്നുള്ളതും ദൈവം നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം. പക്ഷേ സമയത്തിന് മുമ്പേ കടന്നു പോകാതിരിക്കാൻ ദൈവം നമ്മെ കാക്കുന്നു. സമയത്തിന് മുമ്പേ പൈശാചികൻ ഒരുക്കുന്ന കെണിയിൽ വീണെന്നും നശിക്കാതിരിക്കാനും തീർന്നു പോകാതിരിക്കാൻ ദൈവം നമ്മെ കാക്കുന്നു. ദുഷ്ടപ്പിശാച് നമ്മെ കെണിയിലാക്കുകയും മരണത്തിൻ്റെ ഭീകര വലയത്തിൽ നമ്മെ പെടുത്തി നമ്മെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് ഇടപെട്ട് നമുക്ക് മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരുന്നു, പോക്കുവഴി തരുന്നു. ദാവീദ് തൻ്റെ ഭാര്യയായ മീഖളിൻ്റെ ഭവനത്തിൽ രാജകൊട്ടാരത്തിൽ തന്നെയാണ് താമസിക്കുകയായിരുന്നു. അപ്പോഴാണ് അറിവ് കിട്ടി ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലാൻ പരിപാടി ഇട്ടിരിക്കുന്നതെന്ന്. മീഖൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇത് രാത്രി തന്നെ ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ. കിളിവാതിൽ കൂടി ദാവീദിനെ ഇറക്കി വിട്ടു. നേരെ ഗേറ്റിൽ കൂടി പോയാൽ രാജാവിൻ്റെ ഭടന്മാർ കൊല്ലും. അതുകൊണ്ട് വളരെ രഹസ്യമായി കിളിവാതിൽ കൂടി ഇറക്കി വിട്ടു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് വായിക്കാം. 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കാം. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവൻ്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ അവനോട്, ഈ രാത്രിയിൽ നിൻ്റെ ജീവനെ രക്ഷിച്ചുകൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മീഖൾ ദാവീദിനെ കിളിവാതിൽ കൂടി ഇറക്കിവിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. കിളിവാതിൽ കൂടി ഭാര്യ ഇറക്കി വിട്ടതുകൊണ്ട് ദാവീദ് അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ മീഖൾ
ഒരു കുസൃതി കാണിച്ചു വെച്ചു. അവളുടെ സാമർഥ്യമായിരിക്കാം, അത് അല്പം രസകരമായ കാര്യമാണ്. എന്താണ് അവൾ ചെയ്തത്? മീഖൾ ഒരു ബിംബമെടുത്ത് കട്ടിലിന്മേൽ കിടത്തി. ദാവീദ് കിടക്കുന്ന കട്ടിലിന്മേൽ ഒരു ബിംബം എടുത്ത് കിടത്തി. ഒരു ബിംബം, ഒരു നിർജീവമായ ഒരു ബിംബം, ഏതാണ്ട് ഒരു മനുഷ്യാകൃതിയുള്ള ഒരു ബിംബത്തെ കിടത്തി. അതിൻ്റെ തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള മൂടിയുമിട്ട്, അതിൻ്റെ തലയ്ക്ക് കോലാട്ട് രോഗം കൊണ്ടുള്ള മൂടിയും ഇട്ടു. ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ഈ ബിംബത്തെ ഒരു വസ്ത്രം കൊണ്ട് പുതപ്പ് കൊണ്ട് പുതപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നുവെന്ന് അവൾ പറഞ്ഞു. ദാവീദിനെ പിടിക്കാനായിട്ട് ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ മീഖൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ദാവീദിൻ്റെ ഭാര്യ പറഞ്ഞു, അയ്യോ അദ്ദേഹം ദീനമായി കിടക്കുകയാണല്ലോ, ഇപ്പോൾ വരാൻ നിർവാഹമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാറേ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിനെ കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. നല്ലത്. ദീനമായി കിടക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറി എതിർക്കില്ലല്ലോ, ഓടി രക്ഷപ്പെടില്ലല്ലോ. കിടക്കയോടെ കൊണ്ടുപോയി, എനിക്ക് കിടക്കയിൽ വെച്ച് തന്നെ അവനെ കൊല്ലണം, എൻ്റെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലണം, അവനെ കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ശൗൽ കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറേ ശൗൽ മീഖളിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എൻ്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, ദൈവത്തിന് സ്തോത്രം. രാജാവ് ദേഷ്യം വന്നു മാത്രമല്ല, മീഖളിനോട് കലശലായി ദേഷ്യപ്പെട്ടു. നീ എന്തിനെ എൻ്റെ ശത്രു ഓടിപ്പോകാൻ നീ ഇടവരുത്തി? നീ എന്തിനെ എൻ്റെ ശത്രുവിനെ സഹായിച്ചു? ദാവീദ് ഓടിപ്പോകാൻ നീ സഹായിച്ചതുകൊണ്ടല്ലേ അവൻ ഓടിപ്പോയത്? അവനെ കൊല്ലേണ്ടതല്ലായിരുന്നു. ഈ രാജാവിൻ്റെ കോപം ജ്വലിച്ചു. പക്ഷേ മകളല്ലേ, മകളോടൊന്നും ചെയ്തില്ല. ഇവിടെ നാം കാണുന്നത്, കൊല്ലുവാൻ വട്ടം കൂട്ടി കെണികളൊരുക്കി ദുഷ്ടപിശാച് വലയമായി നിന്ന് ആക്രമിക്കാൻ ഭാവിക്കുമ്പോൾ നിത്യനായ ദൈവം ആവശ്യമുള്ള ബുദ്ധി കൊടുക്കുന്നു, ആവശ്യമുള്ള യുക്തി കൊടുക്കുന്നു, എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നു, സൗകര്യമായി ഓടിപ്പോയി രക്ഷപ്പെടുവാനുള്ളതായ വഴികൾ ഒരുക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഒരു ദിവസം നാം മരിക്കണം, പക്ഷേ സമയത്തിന് മുമ്പേ കടന്നു പോകാനിട വരരുത്. ദൈവത്തിൻ്റെ വേല തികയ്ക്കാതെ, വിശുദ്ധിയെ തികയ്ക്കാതെ, കർത്താവായ യേശു ചെയ്ത് നന്മകളോർത്ത് സ്തുതിയെ തികയ്ക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാനിട വരരുത്. ഇവിടെ വെച്ച് തികയ്ക്കേണ്ടതായ 3 കാര്യങ്ങളാണവ. 1 വേലയെ തികയ്ക്കണം, 2 വിശുദ്ധിയെ തികയ്ക്കണം, 3 സ്തുതിയെ തികയ്ക്കണം. ഇത് 3 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ആയുസ്സുള്ള കാലത്ത് നടക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നൊരു വേലയുണ്ട്, നമ്മിൽ ദൈവം പ്രതീക്ഷിക്കുന്നൊരു വേലയുണ്ട്, നമ്മിൽ ദൈവം ആശിച്ചിരിക്കുന്നൊരു വേലയുണ്ട്. ദൈവത്തിൻ്റെ വേലയെ തികയ്ക്കണം. 2 വിശുദ്ധിയെ തികയ്ക്കണം, വിശുദ്ധിയെ പൂർത്തീകരിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധിയെ പൂർത്തീകരിക്കാതെ കടന്നുപോയാൽ നിത്യ അന്ധകാരത്തിലേക്ക് പോകും. വിശുദ്ധി അനുഭവിക്കാതെ, ക്രിസ്തുവിൻ്റെ വിശുദ്ധി അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ നിത്യമായ നാശത്തിലേക്ക് നാം പോകും. വിശുദ്ധിയെ തേക്കണം, വേല തേക്കണം, വിശുദ്ധിയെ തേക്കണം. തന്നെയല്ല, ദൈവം തന്ന നന്മകളോർത്തുള്ള നന്ദി കൊണ്ട് ഹൃദയം നിറഞ്ഞ് നന്ദിയുടെ സ്തുതിയെ തേക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആസിയയിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി സംസാരിച്ചപ്പോൾ, യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണാം, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായ യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നല്ലാതെ അവിടെ എനിക്ക് സംഭവിക്കാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എനിക്കതേ ഉള്ളൂ. എൻ്റെ ഓട്ടം തികയ്ക്കണം, എൻ്റെ ശുശ്രൂഷ തികയ്ക്കണം, എൻ്റെ കർത്താവേ നീ എന്നെ ഏൽപ്പിച്ച വേല തികയ്ക്കണം. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായ യെരുശലേമിലേക്ക് പോകുന്നു. ഞാനിപ്പോൾ യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേം എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. അനേകം ബന്ധനങ്ങൾ എനിക്ക് വന്നേക്കാം, എന്നെ അവർ ജയിലിലിട്ടേക്കാം, ജയിലിലിട്ട് പീഡിപ്പിച്ചേക്കാം, വളരെയേറെ കഷ്ടങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നേക്കാം,
ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ദർശനങ്ങൾ തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാടുകൾ തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സാക്ഷ്യങ്ങൾ തരുന്നുണ്ട്, അനേകം ദൈവമക്കൾ കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപകടങ്ങൾ വരുന്നു, കഷ്ടങ്ങൾ വരുന്നു, നഷ്ടങ്ങൾ വരുന്നു, ആപത്തുകൾ വരുന്നു, പലതരത്തിലുള്ളതായ ദുരിതങ്ങൾ വരാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കിപ്പോൾ അറിയുന്നില്ല. എന്നാൽ അങ്ങനെയാണെങ്കിലും ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായ യെരൂശലേമിലേക്ക് പോകുന്നു. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്നെ തടുക്കാൻ പറ്റാത്തതുപോലെ വലിച്ചുകൊണ്ട് പോവുകയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളാരും എന്നെ തടുക്കരുത്. ഈ ആസിയിൽ തന്നെ താമസിക്കാൻ നിങ്ങൾ എന്നോട് പറയരുത്. നിങ്ങളാരും എന്നെ തടുക്കരുത്. അപ്പോസ്തലൻ പറയുകയാണ്, ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഇറസിസ്റ്റബിളി, എന്നെ തടുക്കാനാവാത്ത വിധത്തിൽ ഐ എം ഡ്രോൺ ഔട്ട്, എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ഓട്ടം തേക്കണം, ശുശ്രൂഷ തേക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം നോക്കൊണ്ടായിരിക്കുക. മരണം നമ്മെ പിടികൂടാൻ വന്നാലും നമ്മെ തൊടാതെ കർത്താവ് കാത്തുകൊള്ളും. ഒരുപക്ഷേ മാരകമായ രോഗം നോക്കും ഒന്നു വരും, പക്ഷേ രോഗക്കിടക്ക കർത്താവ് മാറ്റി വിരിക്കും. നമുക്ക് മരണം നമ്മെ പിടികൂടാൻ വന്ന് നമ്മുടെ അരികത്ത് വന്ന് വാതിൽക്കൽ മുട്ടിയെന്ന് വരും, മരണദൂതൻ വന്ന് വാതിൽക്കൽ മുട്ടിയെന്ന് വരും, പക്ഷേ മരണദൂതനെ കർത്താവ് വെട്ടിമാറ്റും. നമുക്ക് കർത്താവ് ആയുസ് നീട്ടിത്തരും. നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. കർത്താവേ, എൻ്റെ ആയുസ്സിൽ എനിക്ക് നിൻ്റെ വേല തേക്കണം, എനിക്ക് എൻ്റെ വിശുദ്ധിയെ തേക്കണം, എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, ശുശ്രൂഷ തേക്കണം, എന്നെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്നൊരു വിശുദ്ധിയുടെ നിലവാരമുണ്ട്, വിശുദ്ധിയെ തേക്കണം. കർത്താവേ, നിന്നെ സ്തുതിച്ച് 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 കർത്താവേ നന്ദി കരയേറ്റി എൻ്റെ ആയുസ് എനിക്ക് തേക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം വ്യർത്ഥമാകാനുള്ളതല്ല, നമ്മുടെ ജീവിതം കളഞ്ഞു പോകാനുള്ളതല്ല. ഒരിക്കൽ പ്രസിദ്ധ സാഹിത്യകാരനായ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറഞ്ഞു, ജനനമെന്ന 3 അക്ഷരം കൊണ്ട് ആരംഭിക്കുകയും മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒന്നല്ല ജീവിതമെന്ന 3 അക്ഷരം. ജനനമെന്ന 3 അക്ഷരം കൊണ്ട് ആരംഭിക്കുകയും മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒന്നല്ല ജീവിതമെന്ന 3 അക്ഷരം. ഈ ജീവിതം കളഞ്ഞു പോകാനുള്ളതല്ല. ഈ ജീവിതം വെറുതെ നമുക്ക് പാഴാക്കി കളയാനുള്ളതല്ല. ജീവിതം മൂല്യവത്താണ്, ജീവിതം വിലയേറിയതാണ്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതം, ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസമില്ലായിരിക്കാം, നമുക്ക് ആരോഗ്യമില്ലായിരിക്കാം, നമുക്ക് സമ്പത്തില്ലായിരിക്കാം, നമുക്ക് വലിയ ബന്ധുമിത്രാദികളില്ലായിരിക്കാം, നമുക്ക് വലിയ പാരമ്പര്യം അറിയാനില്ലായിരിക്കാം, നമുക്ക് വലിയ ആഭിജാത്യത്തിൻ്റെ യാതൊരു വിധത്തിലുള്ളതായ മേന്മകളും അവകാശപ്പെടാനില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതം, ആ ജീവിതം മൂല്യവത്താണ്, ജീവിതം വിലയേറിയതാണ്. വിലയേറിയ ജീവിതം നാശയോഗ്യമാക്കി കളയാനുള്ളതല്ല. ഈ ജീവിതം വിലപ്പെട്ടതാണ്. ഈ ജീവിതം പ്രയോജനമായി തീരേണ്ടതാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ജീവിതം ആർക്കെല്ലാം പ്രയോജനപ്പെട്ടു? എൻ്റെ ജീവിതം മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു? മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഞാൻ എന്ത് നേടിയെടുത്തു? മരണശേഷമുള്ള ജീവിതമുണ്ടല്ലോ, മരണശേഷം എനിക്ക് ആത്മാവുണ്ടല്ലോ. മരണത്തിനപ്പുറമുള്ള നിത്യതയിലേക്ക് ഞാൻ എന്ത് സമ്പാദിച്ചു? എന്ത് ഞാൻ നേടി? ശരി, നാം പലതും ഇവിടെ നേടി. നാം ഒരു നല്ല വീട് വെച്ചു, അല്ല നാം വിദ്യാഭ്യാസം നേടി, നാം വിവാഹം കഴിച്ചു, അല്ല നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളെ വളർത്തി, അവരെ പഠിപ്പിച്ചു, അവരെ ഉയർത്തി, അവർക്കോരോ സ്ഥലങ്ങളിലാക്കി. കൊള്ളാം, ശരി, നല്ലത്, എല്ലാം നല്ലത്. പക്ഷേ ഇതെല്ലാം ശവക്കുഴിയിൽ തീരും. ഇതൊന്നും പ്രത്യേകിച്ച് പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ള കാര്യങ്ങളല്ലല്ലോ, അല്ലേ? നമുക്കറിയാമല്ലോ, എല്ലാം ശവക്കുഴിയിൽ തീരും. എന്നാൽ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന എന്തുണ്ട്? മരണത്തിൻ്റെ കർട്ടനപ്പുറത്തേക്ക്, മരണത്തിൻ്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്നതായിട്ട് എന്തുണ്ട്? മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യതയിലേക്ക് നാം എന്ത് മുതൽക്കൂട്ട് നേടി, എന്ത് സമ്പാദിച്ചു? അവിടെയാണ് നമ്മുടെ കൈ ശൂന്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇല്ല, ഒന്നും നേടിയില്ല, ഒന്നും നേടിയില്ല. കഷ്ടം. പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ. ജീവനുള്ള ദൈവത്തിന് വേണ്ടി
ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ആത്മാക്കളുടെ പ്രയോജനത്തിന് വേണ്ടി, സഹജീവികളുടെ നന്മയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? നമ്മുടെ ജീവിതം കൊണ്ട് ആർക്ക് പ്രയോജനമുണ്ടായി? എത്ര പേർക്ക് നാം ജീവൻ്റെ വഴി കാണിച്ചു കൊടുത്തു? എത്ര പേർക്ക് നാം സ്വർഗത്തിലേക്കുള്ള വാതിൽ കാണിച്ചു കൊടുത്തു? എത്ര പേർക്ക് നാം യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു? എത്ര പേർക്ക് യേശുവിൻ്റെ സ്നേഹം നാം കാണിച്ചു കൊടുത്തു? നമ്മുടെ ഈ ജീവിതത്തിൽ കൂടി യേശുവിൻ്റെ വിശുദ്ധി എന്ത് എന്ന് എത്ര പേർക്ക് നാം മനസ്സിലാക്കി കൊടുത്തു? ഇല്ല, പരാജയമാണ്. പരാജയമാണ് നമുക്കാകത്തുക. ഇതുവരെയുള്ള ജീവിതത്തിൽ നേടിയത് പരാജയമാണ്. എന്നാൽ സ്നേഹിതരെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്വർഗീയ സ്നേഹം, ക്രൂശിലെ സ്നേഹം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് പറയുന്നു, മോനെ, നിൻ്റെ ജീവിതത്തിൽ ഇനിയും നിനക്ക് നിത്യതയ്ക്ക് വേണ്ടി നേടാം. നിനക്കിനിയും അവസരമുണ്ട്. ഈ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഇന്ന്. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, അത് ചരിത്രമായി പോയി. ഇന്നലകളെല്ലാം ചരിത്രമായി മാറിപ്പോയി, ഇനി വരില്ല, എല്ലാം തീർന്നു. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി. ആർക്കറിയാം നാളെ എന്ത് എന്ന്? ഇറ്റ്സ് എ മിസ്റ്ററി, ഒരു രഹസ്യമാണ്, നിഗൂഢതയാണ്. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി ആൻഡ് ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് എന്നൊരു ഗിഫ്റ്റ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് എന്ന ഒരു നിധി, ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നാം ജീവിതം കർത്താവിന് കൊടുക്കുക. ഇന്ന് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. നീക്കുപോക്ക് തരാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കണം. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇത്രയും കാലം കൊണ്ട് ഞാൻ നിത്യതയ്ക്ക് വേണ്ടി ഒന്നും നേടിയില്ലല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ പലതും നേടിയെന്നൊക്കെ ധരിച്ചു. നമസ്കാരങ്ങൾ ചൊല്ലി, പ്രാർത്ഥനകൾ ഉരുവിട്ടു, കുരിശ് വരച്ചു, പള്ളിയിൽ പോയി, ഞാൻ ചില ചടങ്ങുകൾ ആചരിച്ചു, ചില അനുഷ്ഠാനങ്ങൾ ഞാൻ അവലംബിച്ചു. എൻ്റെ കർത്താവേ, ഞാൻ ഒരുവിധം മാനമര്യാദയായി ജീവിക്കാൻ ശ്രമിച്ചു. കർത്താവേ, ഞാൻ തികഞ്ഞവനൊന്നും ആയില്ല. എങ്കിലും കർത്താവേ, ഞാൻ അങ്ങനെ അത്ര വരുത്ത് വലിയ മഹാഭാവിയൊന്നും ആയിരുന്നില്ല. കർത്താവേ, ഞാനും സ്വർഗ്ഗത്തിൽ എത്തുമല്ലോ എന്ന് വ്യർത്ഥമായ ബോധ്യത്തിൽ നിങ്ങളുടെ കാലം കഴിച്ചു പോകരുത്. വെറും മൂഢമായ ബോധ്യമായിരിക്കും അത്. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായും പഴയ മനുഷ്യൻ മരിച്ച് പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സൃഷ്ടിയായി തീരാതെ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശൗൽ ദാവീദിനെ കൊല്ലാൻ നോക്കി, അത് നടന്നില്ല. പിന്നെ എന്തുണ്ടായെന്നറിയാമോ? തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, പിന്നെ സംഭവിച്ച കാര്യങ്ങൾ കുറച്ച് ചിന്തനീയമായ കാര്യങ്ങളാണ്. ദാവീദിന് ശൗലിനെ കയ്യിൽ ഒതുങ്ങിക്കിട്ടി. ശൗൽ ദാവീദിനെ വേട്ടയാടി നടക്കുകയാണ്. ശൗൽ ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു ദിവസം ദാവീദിൻ്റെ ആളുകൾ ശൗലിനെ കണ്ടെത്തി. ദാവീദിൻ്റെ ആളുകൾ നോക്കിയപ്പോഴുണ്ട് ശൗല് ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്നു. നല്ല അവസരം. ശൗലിൻ്റെ പടയാളികളെല്ലാം കിടന്ന് ഉറങ്ങുന്നു. ശൗല് ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്നു. ദാവീദിനെ തേടി പുറപ്പെട്ടതാണ്. കാട്ടിലൂടെ ദാവീദിനെ തേടി പുറപ്പെടുകയാണ്. ദാവീദിനെ വേട്ടയാടി ചെല്ലുകയാണ്, കൊല്ലാൻ വേണ്ടി തന്നെ. പടയാളികളുടെ സന്നാഹത്തോടെയാണ് പോകുന്നത്. പക്ഷേ ഈ ശൗല് ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങിയപ്പോൾ ദാവീദിൻ്റെ ആളുകൾ ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കേട്ടോ, നിൻ്റെ ശത്രുവിനെ ഇന്ന് കർത്താവ് നിൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ഉറങ്ങിക്കിടക്കുക, കൊന്നുകള. നല്ല അവസരം, പറ്റിയ അവസരം. ഇനി നിന്നെ കൊല്ലുമെന്ന് അവനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പറ്റിയ അവസരം കിട്ടി. ഈ നല്ല സമയം ഉപയോഗിച്ച് ശൗലിനെ കൊന്നുകളയാം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 24-ാം അധ്യായം, 1 ശമൂവേൽ 24-ാം അധ്യായം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തെങ്കിലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽ മടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. ശൗലിൻ്റെ ഉറക്കം കണ്ടിട്ട് ദാവീദിൻ്റെ ആളുകൾ പറഞ്ഞു, കണ്ടോ, ദൈവം ശത്രുവിനെ നിനക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. നമ്മളീ കിടക്കുന്ന ഗുഹയ്ക്കകത്ത് തന്നെ ശൗൽ വന്ന് കിടക്കുന്നു. നമ്മളിത്തിരി ഉള്ളിലേക്ക് മാറിയാണ് കിടക്കുന്നത്. ശൗൽ വാതുക്കൽ വന്ന് കിടക്കുന്നു. പറ്റിയ അവസരം. അവൻ കിടന്നുറങ്ങുന്നു. ഇപ്പോൾ ചെന്നങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി, വളരെ എളുപ്പം.
ദൈവം തന്നതാണ്, ദൈവം തന്ന അനുഗ്രഹമാണ്. ശത്രുവിനെ കൊല്ലാൻ ദൈവം തന്നെനിക്ക് അവസരമാണ്. നോക്കണേ, ആലോചന പോയത് ദൈവം തന്ന അവസരമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ദാവീദ് എന്ത് പറഞ്ഞു? അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ഒന്നില്ല, ദാവീദിൻ്റെ കയ്യിൽ വാളുണ്ടല്ലോ, വാളുകൊണ്ട് ശൗലിൻ്റെ ആ മേലങ്കിയുടെ അറ്റം കുറച്ച് മുറിച്ചെടുത്തു. ഒരു തെളിവിന്, കയ്യിൽ കിട്ടിയിട്ടും ഞാൻ കൊന്നില്ല എന്നുള്ള തെളിവിന് മേലങ്കിയുടെ അറ്റം മുറിച്ചെടുത്തു. എന്താ അടുത്ത വാക്യം? ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. ദാവീദിന് വലിയ പ്രയാസം. അയ്യോ, ഞാൻ അഭിഷിക്തൻ്റെ വസ്ത്രത്തെ ഞാൻ മുറിച്ചെടുത്തല്ലോ, വേണ്ടായിരുന്നല്ലോ. യഹോവയുടെ അഭിഷേകമൊക്കെ നഷ്ടപ്പെട്ടു, പക്ഷേ എന്നാലും ദൈവത്തിൻ്റെ അഭിഷേകം ഒരിക്കൽ കിട്ടിയവനല്ലേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം ഞാൻ മുറിച്ചെടുത്തു കളഞ്ഞല്ലോ, തെറ്റായിപ്പോയല്ലോ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ദാവീദിരുന്ന് കരയാൻ തുടങ്ങി. ദാവീദിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിൻ്റെ കൂടെയുള്ളവരൊക്കെ അമ്പരപ്പ്. കയ്യിൽ കിട്ടിയ നല്ല അവസരം നഷ്ടപ്പെടുത്തിയില്ലേ? ശത്രുവിന് കയ്യിൽ കിട്ടിയ അവസരം കൊന്നു കളയാമായിരുന്നല്ലോ, തകർത്ത് കളയാമായിരുന്നല്ലോ, ഇനി ഇവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലായിരുന്നല്ലോ, ദൈവം കൊണ്ടുവന്ന് തന്നതല്ലേ. എന്നാൽ ദാവീദിന് കുറ്റബോധം. ദാവീദ് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ച് കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. അടുത്ത വാക്യം: അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ച് അമർത്തി ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ആരും തൊട്ടുപോകരുത്, ശൗലിനെ ആരും തൊടരുത്. ശത്രുവാണെന്ന് പറഞ്ഞ് നിങ്ങളാരും അവനെ തൊടരുത്, ആരും തൊടരുത്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ദാവീദിൻ്റെ ആളുകൾ ദാവീദ് അമർച്ച ചെയ്തു. അത് കഴിഞ്ഞ് അപ്പുറം ദാവീദ് ആ മലയുടെ മറ്റേ വശത്ത് നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുകയാണ്. ദാവീദ് ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നുവെന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നതെന്ത്? യഹോവ എന്ന ഗുഹയിൽ വെച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുവെന്ന് നിൻ്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എൻ്റെ യജമാനൻ്റെ നേരെ ഞാൻ കൈയെടുക്കയില്ല, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പിതാവേ കാണുക, എൻ്റെ കയ്യിൽ നിൻ്റെ മേലങ്കിയുടെ അറ്റമിതാ കാണുക. നിൻ്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എൻ്റെ കയ്യിൽ ദോഷവും ദ്രോഹവും ഇല്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. സ്തോത്രം. ഇതാണ് ക്രൂശിലെ സ്നേഹം. ദാവീദ് കാണിച്ചതാണ് ക്രൂശിലെ സ്നേഹം. കർത്താവായ യേശുക്രിസ്തു കാണിച്ചെന്ന സ്നേഹം. ദാവീദ് ശത്രുവിനോട് ക്ഷമിക്കുകയാണ്. ദാവീദ് ശത്രുവിനെ ഉപദ്രവിക്കുന്നില്ല. ദാവീദിനെ കൊല്ലാൻ നടക്കുന്നവനെ കയ്യിൽ കിട്ടിയിട്ടും ദാവീദ് ഉപദ്രവിക്കുന്നില്ല. നോക്കൂ, ഗോകുൽത്തായിലേക്ക്, കുരിശിലേക്ക് നോക്കൂ. നാം വിശ്വാസികളാകണമെങ്കിൽ, നാം അല്ല ക്രിസ്ത്യാനികളാകണമെങ്കിൽ, ക്രിസ്തു വിശ്വാസികളാകണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് നാം അഭിമാനിക്കുന്നവരാണ്. അനുയായികളാകണമെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിൻ്റെ മനോഭാവം നാം വെച്ച് പുലർത്തുക. ദാവീദ് ശൗലിൻ്റെ വസ്ത്രം അഗ്രം മുറിച്ച് കളച്ചതുകൊണ്ട് പോലും കുറ്റബോധമുണ്ടായി. ദാവീദ് പറയുന്നു, എൻ്റെ കയ്യിൽ നിന്നെ ദൈവം ഏൽപ്പിച്ചതാണ്, പക്ഷേ ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ല, ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. നീ യഹോവയുടെ അഭിഷിക്തനല്ലോ. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നുവെങ്കിൽ ആരോടും കയ്പുണ്ടായിരിക്കുകയില്ല, ആരോടും വൈരാഗ്യം ഉണ്ടായിരിക്കുകയില്ല, ആരോടും പകയോ വിദ്വേഷമോ ഉണ്ടായിരിക്കുകയില്ല. നമ്മെ ഉപദ്രവിക്കുന്നവരോടും, നമ്മെ നശിപ്പിക്കാൻ നോക്കുന്നവരോടും, നമ്മെ എതിർക്കുന്നവരോടും, നമ്മുടെ ആശയഗതിയോട് ചേരാത്തവരോടും നമ്മുടെ ഹൃദയത്തിൽ അനുകമ്പയും സഹതാപവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് ക്രിസ്തീയ ജീവിതം, അതാണ് ക്രിസ്തു കാണിച്ച മാതൃക. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ മേൽ തളിച്ച് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് തരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ സിരകളിലൂടെ പാഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവം തരട്ടെ. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളോട് വ്യാപരിച്ച് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം, യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം, യേശു ക്രിസ്തുവിൻ്റെ പ്രകൃതി, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അവിടെ മാത്രമേ വിജയമുള്ളൂ, അവിടെ മാത്രമേ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളുള്ളൂ, അവിടെ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഗതിയുള്ളൂ. നിങ്ങൾ ഗതിയേറ്റവരായിരിക്കുന്നുവെങ്കിൽ, നിരാശയിൽ പൂണ്ടിരിക്കുന്നുവെങ്കിൽ, ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾക്ക് ആരോടെല്ലാം നീരസമുണ്ടോ,
ആരോടെല്ലാം വൈരാഗ്യമുണ്ടോ, ആരെല്ലാം നിങ്ങൾക്ക് ദ്രോഹം ചെയ്തുവോ അവരോടെല്ലാം ഇപ്പോൾ മനസ്സോടെ ക്ഷമിക്കുക, മനസ്സോടെ മറക്കുക. മറക്കാനും പൊറുക്കാനുള്ള മനസ്സ്, ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിങ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മറക്കാനും പൊറുക്കാനുള്ള ഹൃദയം അത് നിങ്ങൾ പ്രാപിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക, ക്രിസ്തുവിനെ കൈക്കൊള്ളുക, ക്രിസ്തുവിനായി ഹൃദയം തുറക്കുക, ക്രിസ്തുവിനോട് വാക്ക് പറയുക. കർത്താവേ, ഇത്രയും കാലം പ്രതികാര ചിന്ത എനിക്കുണ്ടായിരുന്നു, ഇത്രയും കാലം വൈരാഗ്യ ചിന്ത എനിക്കുണ്ടായിരുന്നു, ഇത്രയും കാലം മനസ്സിൽ വിദ്വേഷം ഉണ്ടായിരുന്നു, ഇത്രയും കാലം എൻ്റെ ഭർത്താവിനോട് പോലും വിദ്വേഷം ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യയോട് പോലും എനിക്ക് നീരസം ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരവർഗത്തോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്നിതാ ഞാനൊരു തീരുമാനം എടുക്കുന്നു. യേശു ക്രിസ്തു മനസ്സുള്ളവനായി, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവളായി ഇന്നു മുതൽ ജീവിക്കും ഞാൻ തീരുമാനിക്കുന്നു. നാഥ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, നിൻ്റെ സ്വഭാവം എന്ത് എന്ന് പഠിക്കുവാനും നിൻ്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ക്രിസ്തീയ ജീവിതം എന്ത് എന്ന് അനുഭവിച്ച് വിശുദ്ധിയെ തികച്ചും വേലയെ തികച്ചും സ്തുതിയെ തികച്ചും ഞങ്ങളുടെ ഓട്ടമോടി തികയ്ക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തലോടണമേ, അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.